ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം വൺ സൈഡ് ലവ്. ഓക്കെ, നിങ്ങൾക്ക് ആരോടെങ്കിലും വൺ സൈഡ് ലവ് ഉണ്ടെങ്കിൽ ആ സ്നേഹം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ. ഈ കാർഡിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ആൻസർ ലഭിക്കണമേ, അത് ഗൈഡ് ചെയ്യുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിന് വൺ സൈഡ് അവർക്ക് അവരുടെ ഉള്ളിലൊരു സ്നേഹമുണ്ട്, ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് പോകുമോ? ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, 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 പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. വൺ സൈഡ് ലവ്. ഓക്കെ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വൺ സൈഡ് ലവ്, ഒരു വ്യക്തിയോട് അഗാധമായ പ്രണയമാണ്, ഇഷ്ടമാണ്, ആ ഇഷ്ടം നടക്കുമോ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ആ ഇഷ്ടം, ആ ഒരു സ്നേഹം സക്സസ് ആകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആ ഇഷ്ടം, എൻ്റെ വ്യൂസ് മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള ഇഷ്ടം സക്സസ് ആകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ കാർഡിൽ നിന്നും കറക്റ്റായ ഒരു ഉത്തരം എനിക്ക് ലഭിക്കുവാനും അത് ഗൈഡ് ചെയ്യുവാനും സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാവ്, ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങളുടെ സക്സസ് ആവും. ഓക്കെ, ശ്രമിച്ചോളൂ. ഓക്കെ, ഏസ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നമ്പർ 1 കാർഡാണ്. നിങ്ങളുടെ സ്നേഹം സക്സസ് ആകും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അടുത്ത ചോദ്യം. പലർക്കും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലായതിന് ശേഷവും ആ ഒരു റിലേഷൻ ഓൺ ആൻഡ് ഓഫായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, പിന്നും ഇണങ്ങും, പിന്നും പിണങ്ങും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന ആ ഒരു റിലേഷൻ അത് മുന്നോട്ട് പോകുമോ? ഓൺ ആൻഡ് ഓഫിൽ നിൽക്കുന്ന റിലേഷൻ മുന്നോട്ട് പോകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൺ ആൻഡ് ഓഫിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ ആ റിലേഷൻ, ആ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് പോകണമോ? മുന്നോട്ട് പോകണമോ? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. മുന്നോട്ട് പോകണമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കറക്റ്റ് ഉത്തരം നൽകണമേ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. കറക്റ്റ് ഉത്തരം നൽകണമേ, പ്ലീസ് ഗൈഡ് മീ. മുന്നോട്ട് പോകില്ല, നിങ്ങൾക്ക് പെയിനാണ് തരുന്നത്. എത്ര കറക്റ്റായിട്ടാണ് യൂണിവേഴ്സ് ഉത്തരം തരുന്നത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള റിലേഷനാണ്. ആ റിലേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളടുത്ത് വരുന്നതും പോകുന്നതും അവിടെ അവരുമായിട്ട്, അവരുടെ ഇടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയും ആയിട്ടുള്ള ഒരു ഒരു ചെറിയ പിണക്കം വരുമ്പോൾ ഇവിടെ വരും, ഇവിടെ പിണക്കുമ്പോൾ അപ്പുറം പോകും. ആ ഒരു രീതിയിൽ നിൽക്കുന്നതാണ് നിങ്ങൾ. ഈ റിലേഷനുമായിട്ട് ഓൺ ആൻഡ് ഓഫ് ടോക്സിക് ആയിട്ട് ഇരിക്കുന്ന ഈ റിലേഷനുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കാണ് ഉണ്ടാകുന്നത്. ഒരുപാട് പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. ഓക്കെ, അടുത്ത ചോദ്യം. ന്യൂ ബിഗിനിങ്, ഒരു വിവാഹം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിവാഹം വന്നിരിക്കുകയാണ്, ഒരു റിലേഷൻ, വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വിവാഹം വന്നിരിക്കുക. അതിന് യെസ് പറയണമോ? ആ റിലേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായി തീരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ.
ഇത് ഒറ്റയ്ക്ക് നോക്കുന്നതായിരിക്കും. ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള എല്ലാവരും കൂടി ആയിട്ടുള്ള എനർജിയിൽ നോക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇത് കിട്ടത്തില്ല. എങ്കിലും ഒരുവിധം ഓക്കെ ആയിട്ട് പോവാം. ഓക്കെ, ആ ഒരു വിവാഹ ആലോചന വന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലതിനാണോ ഇപ്പോൾ വന്നിരിക്കുന്ന വിവാഹ ആലോചന നിങ്ങളുടെ ലൈഫിൽ നല്ലതിനാണോ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടൊരു ഉത്തരം നൽകണം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾക്ക് കൊടുക്കാം, ഓഫർ കൊടുക്കാം. നിങ്ങൾ മടിച്ച് നിൽക്കണ്ട. എന്തായിരുന്നാലും അതിന് ഓഫർ കൊടുക്കാം. യെസ് എന്നുള്ള ആൻസറാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇത് തന്നെയാണ്. ഓക്കെ, യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഓഫർ കൊടുക്കാം. ഇപ്പം ലവ് റിലേഷൻ തന്നെയാണ്. അവർ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ആ ഒരു വിവാഹം നടക്കുമോ അതോ നിങ്ങളെ പറ്റിക്കുകയാണോ? ഇപ്പോഴും റിലേഷൻ പൊക്കോണ്ടിരിക്കുന്ന വ്യക്തികളിൽ കമ്മിറ്റ്മെൻറ്റ് തരും എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണോ അതോ റിലേഷൻ നിങ്ങൾക്ക് തരുമോ? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുമോ? അവർക്ക് ആ റിലേഷൻ കമ്മിറ്റ്മെൻറ്റായി കൊടുക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യൂസിന് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യൂസിന് കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കറക്റ്റായി ഉത്തരം ലഭിക്കണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് കിട്ടും, കമ്മിറ്റ്മെൻറ്റ് കിട്ടും. എനിക്ക് വയ്യ, എത്ര കറക്റ്റായിട്ടാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും കമ്മിറ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഭയങ്കര സന്തോഷം തോന്നുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു മദർ യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? റിലേഷൻ പരമായിട്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തായാലും ബ്രേക്കപ്പ് ആയിരിക്കുന്ന വ്യക്തി ഇപ്പം ബ്രേക്കപ്പായിട്ട് കുറച്ച് നാളായിരിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂസിൻ്റെ പേഴ്സൺ അവരിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പേഴ്സൺ അവരിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ. ബ്രേക്കപ്പ് ആയിരിക്കുന്ന റിലേഷൻ അവരിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ബ്രേക്കപ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ബ്രേക്കപ്പായിട്ടിരിക്കുന്ന വ്യക്തികളിൽ ആ റിലേഷന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആ റിലേഷൻ അവരിലേക്ക് വീണ്ടും വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. യെസ്, വരുമെന്നാണ്. നിങ്ങളിലേക്ക് വീണ്ടും വരും. ഓക്കെ, ഇത് കാണുന്ന ആരെങ്കിലും ചിലപ്പോൾ സിംഗിൾ പേരൻ്റ് ആയിരിക്കാം. ഓക്കെ, വിവാഹം കഴിച്ച ആരെങ്കിലും കൂടി ഈ റീഡിങ് കാണുന്നുണ്ടായിരിക്കും. അപ്പം അവരുടെ ഇതും എസ് എന്നാണ്. ഓക്കെ, എസ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്പർ 3, 10, 1, 3 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, 1 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം നല്ല നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പോൾ ഒരു ചെറിയ റീഡിംഗ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പം ആൻസർ ഇതൊക്കെയാണ്. ആദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ വൺ സൈഡിലാവോ? അപ്പോൾ ആ ഒരാളിനെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ആ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നാണ് ആൻസർ. നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ആ റിലേഷൻ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഓക്കെ, ടോക്സിക്കായിരിക്കുന്ന ഓൺ ആൻഡ് ഓഫിലിരിക്കുന്ന ഒരു റിലേഷൻ, ആ റിലേഷൻ നിങ്ങളിലേക്ക് അത് വീണ്ടും നിങ്ങൾ തുടരണമോ? ഓൺ ഓഫായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന
റിലേഷൻ നിങ്ങൾക്ക് തുടരണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തുടരണ്ട, നോ എന്നാണ് അർത്ഥം. കാരണം അതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളെ ഒരുപാട് പെയിൻഫുൾ ആക്കും, നിങ്ങൾക്ക് അവസാനം ഇതുപോലെ ഹാർട്ട് ബ്രേക്ക് വരേണ്ടതായിട്ട് വരും. ഓക്കെ, ആദ്യത്തത് എസ് കപ്പാണ്, രണ്ടാമത് വന്നിരിക്കുന്നത് ഹാർട്ട് ബ്രേക്കനാണ്. കല്യാണ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾ അതുമായിട്ട് ആ ഒരു ഓഫർ സ്വീകരിക്കണോ വേണ്ടയോ ഒക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാം. നല്ല ഒരു റിലേഷൻ തന്നെയാണ്. സാമ്പത്തികപരമായിട്ടൊക്കെ ആ വ്യക്തി നല്ലൊരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്കത് മുന്നോട്ട് പോകാം, നിങ്ങളെ സേഫായിട്ട് തന്നെ വയ്ക്കും. നിങ്ങൾക്ക് വേണ്ടതായ പ്രയോറിറ്റി ആ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത് ചോദിച്ചത് എന്തായിരുന്നു? രണ്ടാമത് ചോദിച്ചത് നിങ്ങളുടെ റിലേഷൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ബ്രേക്കപ്പായി ആ ഒരു റിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതാണോ ചോദിച്ചത്? അതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് ചോദിച്ചത്. ഇത് ചോദിച്ചത് എന്താണെന്ന് ഞാൻ വിട്ടുപോയി, എന്താണെന്ന് അറിയില്ല. അത് കേട്ടാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം. ഇതെന്തായിരുന്നു ചോദിച്ചത്? കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന റിലേഷൻ, ആ റിലേഷൻ നിങ്ങളിലേക്ക് അത് തുടരണമോ? ഓക്കെ, അത് വരുമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അത് തിരിച്ച് വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വന്നത് 10 ഓഫ് ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇത് ബ്രേക്കപ്പായി പോയിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതും യെസ് എന്ന ആൻസറാണ് വന്നിരിക്കുന്നത്. ഒരേ ഒരു ആൻസറാണ് നോ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷനാണ്, ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്ന റിലേഷൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇത്രയും കറക്റ്റ് ആൻസർ തന്ന യൂണിവേഴ്സിനും ഹോളി സ്പിരിറ്റിനും നന്ദി. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.